ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ചാലക്കുടി അടിപ്പാതയിൽ സ്ഥാപിച്ച പാർശ്വഭിത്തിയിലെ കൂറ്റൻ സ്ലാബ് സർവീസ് റോഡിലേക്ക് പതിച്ചു. റോഡിലൂടെ പോയ വാഹനയാത്രികർ രക്ഷപ്പെട്ടത് തലനാരിഴക്കി. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി കയ്പമംഗലം കാക്കാതുരുത്തി കടവിലെ ബോട്ട് ജെട്ടി നിർമ്മാണം എങ്ങും എത്തിയില്ല. കരാറുകാരന്റെ നിസ്സഹകരണമാണ് നിർമ്മാണം നിലയ്ക്കാൻ കാരണമെന്ന് ഉദ്യോഗസ്ഥർ. കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിലെ പാത തകർന്ന് ഗതാഗതം താറുമാറായി. പൊടിശല്യം മൂലം കടയുടമകളും തൊഴിലാളികളും ദുരിതത്തിൽ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ചാലക്കുടി അടിപ്പാതയിൽ സ്ഥാപിച്ച പാർശ്വഭിത്തിയിലെ കൂറ്റൻ സ്ലാബ് സർവീസ് റോഡിലേക്ക് പതിച്ചു. ഈ സമയം റോഡിലൂടെ കടന്നുപോയ വാഹനയാത്രികർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അടിപ്പാത നിർമ്മാണത്തിനായി മണ്ണടിച്ചുയർത്തിയ ഭാഗത്ത് സ്ഥാപിച്ച കോൺക്രീറ്റ് പാർശ്വഭിത്തികളിലെ ഒന്നാണ് താഴേക്ക് വീണത്. ചാലക്കുടിയിലേക്കുള്ള ട്രാക്കിൽ മുരിങ്ങൂരിന് സമീപത്താണ് കോൺക്രീറ്റ് സ്ലാബ് സർവീസ് റോഡിലേക്ക് വീണത്. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. ചിറങ്ങരയിൽ ആഴ്ചകൾക്ക് മുമ്പ് 3 തവണ പാർശ്വഭിത്തി സർവീസ് റോഡിലേക്ക് വീണിട്ടുണ്ട്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇതിന് കാരണമെന്നാണ് ആരോപണം. മണ്ണിട്ട് റോഡ് ഉയർത്തുമ്പോൾ സ്വീകരിക്കേണ്ടതായ ശാസ്ത്രീയ നിർമ്മാണ രീതികൾ ഇവിടെ ചെയ്യുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. പാർശ്വഭിത്തികൾ വീഴുമ്പോൾ ഉടൻ അത് സർവീസ് റോഡിൽ നിന്നും നീക്കം ചെയ്ത് വീണ്ടും ഘടിപ്പിക്കുന്നത് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെ വാഹനങ്ങൾ പോകുന്ന സമയത്താണ് ഇവിടെ പാർശ്വഭിത്തികൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നത്. ചിറങ്ങരയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെ പ്രവൃത്തി നടത്തിയതിനെ തുടർന്ന് ഒരു തൊഴിലാളിയുടെ ദേഹത്തേക്ക് സ്ലാബ് വീണ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. ചിറങ്ങരയിൽ പ്രവൃത്തികൾ നടക്കുന്ന സമയത്താണ് 3ലധികം തവണ പാർശ്വഭിത്തിയിലെ സ്ലാബ് വീണത്. എന്നാൽ മുരിങ്ങൂരിൽ ദിവസങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച സ്ലാബാണ് പാർശ്വഭിത്തിയിൽ നിന്നും അടർന്നു വീണത്. സർവീസ് റോഡിലെ കാനകൾക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്ലാബ് ഒടിഞ്ഞു വീഴുന്നത് നിത്യസംഭവമാണ്. ഇരുചക്ര വാഹന യാത്രികരാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താനായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സ്ഥലത്തില്ല. മീഡിയ ടൈം, ചാലക്കുടി. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി കയ്പമംഗലം കാക്കാതുരുത്തി കടവിലെ ബോട്ട് ജെട്ടി നിർമ്മാണം എങ്ങും എത്തിയില്ല. പൈലിംഗ് നടത്തി തൂണുകൾക്ക് കോൺക്രീറ്റ് ഇട്ടതല്ലാതെ മറ്റൊന്നും ഇതുവരെ നടന്നിട്ടില്ല. കരാറുകാരന്റെ നിസ്സഹകരണമാണ് നിർമ്മാണം നിലയ്ക്കാൻ കാരണമായി എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നത്. 1.5 വർഷം മുമ്പാണ് ബോട്ട് ജെട്ടിയുടെ നിർമ്മാണം ആരംഭിച്ചത്. പെരിഞ്ഞനം കയ്പമംഗലം പഞ്ചായത്തുകളിലെ അതിർത്തിയിൽ കാക്കാതുരുത്തി പാലത്തിന് സമീപമാണ് ബോട്ട് ജെട്ടി നിർമ്മാണം തുടങ്ങിയത്. 15 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള ബോട്ട് ജെട്ടിയാണ് വിഭാവനം ചെയ്തിരുന്നത്. ഇതോട് ചേർന്ന് 40 മീറ്റർ നീളത്തിൽ സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കും. ഇതിനായി 90 ലക്ഷം രൂപയും വകയിരുത്തിയിരുന്നു. ഇറിഗേഷൻ വകുപ്പിനായിരുന്നു നിർമ്മാണ ചുമതല. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു കരാർ. എന്നാൽ 1.5 വർഷം പിന്നിട്ടിട്ടും ബോട്ട് ജെട്ടിയുടെ നിർമ്മാണം തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ്. നിർമ്മാണത്തിന് ഉപയോഗിച്ച ഇരുമ്പ് സാമഗ്രികളും ബോട്ട് ജെട്ടിയുടെ അടിത്തറയിൽ ഉപയോഗിക്കുന്ന കമ്പികളും വെള്ളത്തിൽ കിടന്നും തുരുമ്പെടുത്തും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കരാറുകാരന്റെ നിസ്സഹകരണമാണ് നിർമ്മാണം നിലയ്ക്കാൻ കാരണമായി ഉദ്യോഗസ്ഥർ പറയുന്നത്. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി തൃപ്രയാർ, ഏനമാവ് എന്നിവിടങ്ങളിലെ ബോട്ട് ജെട്ടി നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ്. മീഡിയ ടൈം, പെരിഞ്ഞനം. പൊടിയിൽ മുങ്ങി കൊടുങ്ങല്ലൂർ ചന്തപ്പുര ജംഗ്ഷൻ. അനങ്ങാമ്പാറ നയം സ്വീകരിച്ച് ദേശീയപാത അധികൃതരും നിർമ്മാണ കമ്പനികളും. പൊടിശല്യം സഹിക്കാൻ കഴിയാതെ യാത്രക്കാരും തൊഴിലാളികളും കച്ചവടക്കാരും ദുരിതത്തിൽ. ശ്വാസകോശ സംബന്ധമായ പല രോഗങ്ങൾക്കും പൊടിശല്യം കാരണമായേക്കാവുന്ന അവസ്ഥയിലാണ് നിലവിൽ. ദേശീയപാത മേൽപ്പാല നിർമ്മാണത്തിനൊപ്പം സംസ്ഥാന പാത തകർന്നതാണ് ജംഗ്ഷനിൽ പൊടിശല്യം വർദ്ധിക്കാൻ ഇടയാക്കിയത്. കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിലെ പാത തകർന്ന് ഗതാഗതം താറുമാറായി. അതോടൊപ്പം തന്നെ പൊടിശല്യം മൂലം ജനങ്ങളും കടയുടമകളും തൊഴിലാളികളും ദുരിതത്തിലാണ്. പൊടിശല്യം യാത്രക്കാർക്ക് ഇരട്ടി ദുരിതമാകുന്നു. ചന്തപ്പുര ജംഗ്ഷനിൽ വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഉയരുന്ന പൊടി മൂലം ബൈക്ക് യാത്രികർക്ക് മുൻവശം പോലും കാണാനാകാത്ത സ്ഥിതിയാണ്. വലിയ കണ്ടെയ്നർ ലോറികളും ചരക്ക് ലോറികളും ബസ്സുകളും ഒരേ സമയം കടന്നു പോകുമ്പോൾ പൊടിശല്യത്തിനൊപ്പം ഗതാഗതക്കുരുക്കും വർദ്ധിക്കുന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഉയരുന്ന പൊടിശല്യം മൂലം മുഖം പൊത്തേണ്ട സ്ഥിതിയിലാണ് ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ. നഗരത്തിലെ പൊടിശല്യം വർദ്ധിക്കുന്നതിനും കമ്പനിയുടെ അനാസ്ഥയാണ് കാരണമായിട്ടുള്ളതെന്നാണ് ആരോപണം. നിർമ്മാണത്തിലെ അശാസ്ത്രീയത പരിഹരിക്കാനും ജനങ്ങളുടെ യാത്രാ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനും ദേശീയപാത അധികൃതരും നിർമ്മാണ കമ്പനികളും തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു.
ചന്തപ്പുര ജംഗ്ഷനിലെ വ്യാപാരികൾക്കാണ് പൊടിശല്യം ഏറ്റവും കൂടുതൽ ദുരിതമായി മാറിയിരിക്കുന്നത്. സാധനങ്ങളെല്ലാം പൊടി പിടിക്കുന്നതിനാൽ ഈ ഭാഗത്തെ കച്ചവടത്തെയും ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ മാസ്ക് ധരിച്ചാണ് പലരും കടയിലിരിക്കുന്നത്. ശ്വാസം മുട്ടും ശ്വാസകോശ സംബന്ധമായ പല രോഗങ്ങൾക്കും പൊടിശല്യം കാരണമായേക്കാവുന്ന അവസ്ഥയിലാണ് നാട്ടുകാർ. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരവും സംഘടിപ്പിച്ചിരുന്നു. എന്നിട്ടും പരിഹാരം കാണാതെ അനങ്ങാപ്പാറ നയത്തിലാണ് ദേശീയപാത അധികൃതരും നിർമ്മാണ കമ്പനികളും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മിനി ഹൈമാസ്റ്റ് ലൈറ്റുകൾ ചാലക്കുടി നഗരസഭയ്ക്ക് ബാധ്യതയാകുന്നു. നഗരസഭ അതിർത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്ന മിനി ഹൈമാസ്റ്റ് ലൈറ്റുകളാണ് നഗരസഭയ്ക്ക് അധിക ബാധ്യത വരുത്തുന്നത്. ഹൈമാസ്റ്റ് ലൈറ്റുകൾക്കുള്ള വൈദ്യുതി ബില്ല് ഇനത്തിൽ ലക്ഷങ്ങളാണ് നഗരസഭ പ്രതിമാസം അടയ്ക്കേണ്ടതായി വരുന്നത്. നിലവിലുള്ള സ്ട്രീറ്റ് ലൈറ്റുകളുടെ വൈദ്യുതി ബില്ലിന് പുറമെ പുതിയതായി സ്ഥാപിച്ചിട്ടുള്ള മിനി ഹൈമാസ്റ്റ് ലൈറ്റുകൾക്കും വൈദ്യുതി ബില്ല് അടയ്ക്കേണ്ടതായി വരുന്നത് നഗരസഭയെ കടക്കണിയിലാക്കുകയാണ്. വിവിധ വാർഡുകളിലായി 50ഓളം ഹൈമാസ്റ്റ് ലൈറ്റുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്രധാനമായ പല സ്ഥലങ്ങളിലുമാണ് ഭൂരിഭാഗം ഹൈമാസ്റ്റ് ലൈറ്റുകളും സ്ഥാപിച്ചിരിക്കുന്നത്. MP, MLA എന്നിവരെ സ്വാധീനിച്ച് പല കൗൺസിലർമാരും തങ്ങളുടെ വാർഡുകൾ മത്സരിച്ച് ഹൈമാസ്റ്റ് സ്ഥാപിച്ചതാണ് നഗരസഭയ്ക്ക് വിനയായി മാറിയത്. സ്വകാര്യ വ്യക്തികളുടെ താൽപ്പര്യത്തിനായാണ് പല സ്ഥലങ്ങളിലും ലൈറ്റുകൾ ഇട്ടിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് ഒരു ഉപകാരവുമില്ലാതെ സ്വകാര്യ വ്യക്തികളുടെ വീട്ടിലേക്കും പറമ്പുകളിലേക്കും വെളിച്ചം കിട്ടുന്ന തരത്തിലാണ് പലയിടത്തും ഇവ സ്ഥാപിച്ചിരിക്കുന്നത്. സ്ട്രീറ്റ് ലൈറ്റ് ഇടേണ്ട സ്ഥലങ്ങളിൽ പോലും മിനി ഹൈമാസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്രധാന സ്ഥലങ്ങളിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ നഗരസഭയ്ക്കും ആയില്ല. കെടുകാര്യസ്ഥത മൂലം അനാവശ്യമായി മിനി ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചതോടെ KSEBക്ക് വൈദ്യുതി ഇനത്തിൽ ലക്ഷങ്ങൾ അടയ്ക്കേണ്ടി വരുന്നത് നഗരസഭയ്ക്ക് അധിക ബാധ്യതയായിരിക്കുകയാണ്. മീഡിയ ടൈം, ചാലക്കുടി. കോടശ്ശേരി മാരാങ്കോട് സെന്റ് ജോസഫ് പള്ളിയുടെ വനഭൂമിയിൽ നിലനിൽക്കുന്ന കുരിശടയിലെ തറയുടെ മെറ്റൽ നീക്കം ചെയ്ത വനപാലകരുടെ നടപടി വിവാദത്തിൽ. വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയ കരിങ്കൽ മെറ്റൽ തിരികെ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിശ്വാസികൾ ബഹളം വെച്ചത് മണിക്കൂറോളം പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. മെറ്റൽ മാറ്റിയ തറയിൽ കോൺക്രീറ്റ് നടത്താനുള്ള നീക്കമുണ്ടായതോടെ പ്രശ്നം കൂടുതൽ സങ്കീർണമായി. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് ചട്ടിക്കുളം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെത്തി കുരിശടിയിലെ മെറ്റൽ നീക്കിയത്. പകുതിയോളം വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയതോടെ പരിസരവാസികൾ രംഗത്തെത്തി. ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റമുണ്ടായി. ബലപ്രയോഗത്തിന്റെ വക്കോളം എത്തിയപ്പോൾ പള്ളിയിൽ കൂട്ടമണിയടിച്ചു. ഇതോടെ പരിസരത്ത് നിരവധി ആളുകൾ എത്തിച്ചേർന്നു. രംഗം വഷളായപ്പോൾ മെറ്റൽ നീക്കം ഉദ്യോഗസ്ഥർ നിർത്തിവെച്ചു. വിവരമറിഞ്ഞ് കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സുനന്ദ നാരായണൻ, CPM ഏരിയ സെക്രട്ടറി KS അശോകൻ, CPI മണ്ഡലം സെക്രട്ടറി CV ജോഫി തുടങ്ങിയവർ സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. മുൻ പള്ളി വികാരിയുടെ പേരിലുള്ള 88 സെന്റ് സ്ഥലത്തിന് പട്ടയത്തിനായി നൽകിയ അപേക്ഷയും സർക്കാരിന്റെ പക്കലുണ്ടെന്നും ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി കഴിഞ്ഞതെന്നുമാണ് വിശ്വാസികളുടെ വാദം. 1956 മുമ്പ് ഞങ്ങളുടെ പൂർവികരായ ആളുകൾ ഈ വനഭൂമി കയ്യേറി സ്ഥാപിച്ചിട്ടുള്ളതാണ് ഈ കുരിശ്. 1977 മുമ്പുള്ള കൈവശങ്ങൾ സാധൂകരിക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ് ഒരു ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്തിയിരുന്നു. ആ ജോയിൻറ്റ് വെരിഫിക്കേഷൻ ഉൾപ്പെട്ട ഈ ഭൂമി ഇതിൻ്റെ പട്ടയ നടപടികൾക്ക് വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമി ഇരിക്കുന്നത് ഫാദർ ആൻ്റണി മുക്കാട്ടിരിക്കാരൻ അച്ഛൻ്റെ പേരിൽ, വ്യക്തിയുടെ പേരിലാണ്, അച്ഛൻ്റെ പേരിലാണ് ഭൂമി ഇരിക്കുന്നത്. ആ പട്ടയം അനുവദിക്കാൻ ഗവൺമെൻറ്റിന് യാതൊരു തടസ്സമില്ല. കൃത്യമായിട്ട് DFOയുടെ കളക്ടർ കത്ത് ചെയ്ത് ചോദിച്ചിരുന്നു, ഈ ഭൂമിക്ക് പട്ടയം കൊടുക്കുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. കൃത്യമായിട്ട് കളക്ടർ മറുപടിയും കൊടുത്തിരുന്നു, ഈ ഭൂമിക്ക് പട്ടയം അനുവദിക്കാവുന്നതാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ ഭൂമിയുടെ GPS സർവേ പൂർത്തീകരിച്ചതും പട്ടയ നടപടികൾക്ക് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ പരിഗണനയിൽ പട്ടയ നടപടികൾ, പട്ടയ വിതരണത്തിന് വേണ്ടി നടപടിയിലിരിക്കുന്ന ഈ ഭൂമിയിൽ ഞങ്ങളുടെ ആരാധന നടത്തുന്നത്, ഞങ്ങളുടെ കുരിശടി ഞങ്ങൾ ഒന്ന് വൃത്തിയാക്കിയിട്ട് കുറച്ച് മെറ്റൽ വിരിച്ച് അതിനെ ഒന്ന് വൃത്തിയാക്കിയിട്ടതാണ് ഫോറസ്റ്റുകാർ ഒന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് വ്യക്തമായ പ്രകോപനമാണ്. ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിയണം. പ്രശ്നത്തിന് തീരുമാനമുണ്ടാകുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥർ പ്രകോപനം സൃഷ്ടിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സംഘർഷാവസ്ഥ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരെ തടഞ്ഞ ആളുകൾക്കെതിരെ കേസുകൾ എടുക്കില്ലെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിസരവാസികൾക്ക് ഉറപ്പു നൽകി. മീഡിയ ടൈം, ചാലക്കുടി. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. മാള ടൗണിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ തുണിക്കടയ്ക്ക് സമീപം ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല.
മാള ടൗണിൽ കൊടകര കൃഷ്ണൻകോട്ട ദേശീയപാതയിൽ സിനഗോഗിന് സമീപം ഇന്ന് വൈകിട്ട് 3 മണിയോടെയായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് നിഗമനം. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. മാള പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പെരിഞ്ഞനത്ത് ബാങ്കിനുള്ളിൽ കയറി കൂടിയ മൂർഖം പാമ്പിനെ പിടികൂടി. പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണപ്പറമ്പ് ബ്രാഞ്ചിന്റെ സ്ട്രോങ് റൂമിൽ നിന്നാണ് മൂർഖം പാമ്പിനെ പിടികൂടിയത്. മുറിക്കകത്ത് ശബ്ദം കേട്ട ജീവനക്കാർ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മൂർഖം പാമ്പിനെ കണ്ടത്. ചാലക്കുടി ഫോറസ്റ്റിലെ RRT അംഗം കൂളിമുട്ട സ്വദേശി അൻസാരി എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ ഫോറസ്റ്റിന് കൈമാറും. മാള ചക്കാമ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഭരണി മഹോത്സവം ആഘോഷിച്ചു. വൈകിട്ട് കാഴ്ചശീവേലി, താലി സ്വീകരണം, കേളിക്കൊട്ട്, തായമ്പക, ഗുരുതി തർപ്പണം എന്നിവ നടന്നു. ക്ഷേത്രാചാര്യൻ TS വിജയൻ തന്ത്രി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തർ പങ്കെടുത്തു. മാർച്ച് 2-ന് നട തുറപ്പ് മഹോത്സവം ആഘോഷിക്കും. പറവൂരിലെ കോൺഗ്രസ് നേതാവ് BJPയിൽ ചേർന്നു. പറവൂർ മുനിസിപ്പാലിറ്റി മുൻ ചെയർപേഴ്സൺ വത്സല പ്രസന്നകുമാറാണ് BJPയിൽ ചേർന്നത്. മാരാർജി ഭവനിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് വത്സലയെ ഷോൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെയാണ് വത്സല BJP പാളയത്തിലേക്ക് എത്തുന്നത്. പറവൂരിൽ വത്സലയെ BJP സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ VD സതീശന് എതിരാളിയായി വത്സല എത്തും. കോടശ്ശേരി പഞ്ചായത്തിലെ ചായ്പംകുഴിയിലെ മൃഗാശുപത്രിയിൽ ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ഡോക്ടർ ജോയ് കട്ടക്കയം ഉദ്ഘാടനം ചെയ്തു. KM ജോസ് അധ്യക്ഷനായി. പുളിങ്കര പള്ളി വികാരി ഫാദർ ജിജി കുന്നിൽ, വർഗീസ് പോറായി, ഓമന ജോസ്, TT ബേബി, ബെന്നി നബേലിൽ, റാണി ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ 5 മാസമായി മൃഗാശുപത്രിയിൽ ഡോക്ടറില്ല. ഇതേ തുടർന്ന് മലയോര മേഖലയിലെ ക്ഷീര കർഷകർ അടക്കമുള്ളവർ ദുരിതത്തിലായിരിക്കുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ചാലക്കുടി മേലൂർ കല്ലുകുത്തി പയ്യമ്പള്ളി കൊട്ടിൽ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവം ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച 10 മുതൽ രാത്രി വരെ താമ്പൂല പ്രശ്ന പരിഹാര പ്രക്രിയകൾ നടക്കും. 26-ന് 9 മുതൽ പ്രതിഷ്ഠാ ചടങ്ങുകൾ. വൈകിട്ട് ഉദയപുരം മഹാമൃത്യുഞ്ജയ ക്ഷേത്രത്തിൽ നിന്ന് അനുഷ്ഠാന കലകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ താലം വരവ്, തുടർന്ന് പാരമ്പര്യ അനുഷ്ഠാന കലകളും പാക്കനാർ വാദ്യവും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികളായ CC ഉണ്ണികൃഷ്ണൻ, PK ശങ്കർദാസ്, KR രാമചന്ദ്രൻ, KK അയ്യപ്പൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. നഗരസഭ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ സഹായ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസോജ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ICDS ഓഫീസർ സിനി, സ്ഥിരം സമിതി അംഗങ്ങളായ KK രാധാകൃഷ്ണൻ, KM രതീഷ്, ലത ഉണ്ണികൃഷ്ണൻ, KK ഹാഷിഖ്, കൗൺസിലർമാരായ PN രാമദാസ്, TS സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് കൗൺസിലർമാർ, അംഗൻവാടി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. വീൽ ചെയർ, വാക്കർ, സ്റ്റാറ്റിക് സൈക്കിൾ, ശ്രവണ സഹായികൾ തുടങ്ങിയ ഉപകരണങ്ങളാണ് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തത്. കൊടുങ്ങല്ലൂർ നഗരസഭ മേത്തല കൃഷിഭവനിൽ കുറ്റിക്കുരുമുളക് വിതരണം ചെയ്തു. നഗരസഭ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ കുറ്റിക്കുരുമുളകിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അംഗങ്ങളായ റസോജ ഹരിദാസ്, ലത ഉണ്ണികൃഷ്ണൻ, കൗൺസിലർമാരായ TS സജീവൻ, മിനി സുഭാഷ്, സിനി അനിൽകുമാർ, ഷൈബി ജോസഫ്, മഞ്ജുള പ്രേമൻ, പ്രിൻസി മാർട്ടിൻ, CU പ്രജീഷ്, ശശികല ജയരാജൻ, ദീപ രാജേന്ദ്രൻ, കൃഷി അസിസ്റ്റന്റ് KN ഷീജ, കൃഷി അസിസ്റ്റന്റ് ഉല്ലാസ് എന്നിവർ സംസാരിച്ചു. 3,99,960 രൂപയാണ് പദ്ധതിക്ക് നീക്കിവെച്ചിട്ടുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ചാലക്കുടി അടിപ്പാതയിൽ സ്ഥാപിച്ച പാർശ്വഭിത്തിയിലെ കൂറ്റൻ സ്ലാബ് സർവീസ് റോഡിലേക്ക് പതിച്ചു. റോഡിലൂടെ പോയ വാഹനയാത്രികർ രക്ഷപ്പെട്ടത് തലനാരിഴക്കി. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി കയ്പമംഗലം കാക്കാതുരുത്തി കടവിലെ ബോട്ട് ജെട്ടി നിർമ്മാണം എങ്ങും എത്തിയില്ല. കരാറുകാരന്റെ നിസ്സഹകരണമാണ് നിർമ്മാണം നിലയ്ക്കാൻ കാരണമെന്ന് ഉദ്യോഗസ്ഥർ. കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിലെ പാത തകർന്ന് ഗതാഗതം താറുമാറായി. പൊടിശല്യം മൂലം കടയുടമകളും തൊഴിലാളികളും ദുരിതത്തിൽ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.